യാത്രാകഥകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തായിട്ടുള്ള പാലക്കാട് കോട്ടയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഈ കോട്ട ഇന്ന് ഭാരതത്തിൻ്റെ പുരാവസ്തു വകുപ്പായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. ഈ കോട്ടയ്ക്കകത്തേക്ക് നമുക്ക് ഫീസ് മുഖാന്തരം കയറി ചെല്ലാനാവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരുപാട് കഥകളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മനസ്സിലാക്കാം. ഈ പാലക്കാട് ഫോർട്ടിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ പുരാതന കാലം മുതൽക്കേ ഇത് നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് വിശദമായ തെളിവുകളോ കാര്യങ്ങളോ ആർക്കും പറയാനാകുന്നില്ല. എന്നാൽ ഇതിൻ്റെ പുരാതന ചരിത്രത്തെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകൾ ലഭ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം അന്ന് ഭരിച്ചിരുന്നത് ഒരു പാലക്കാടച്ചനായിരുന്നു. സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നു ഈ പാലക്കാടച്ചൻ. അദ്ദേഹം ഏകദേശം ഒരു 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു സ്വതന്ത്ര ഭരണാധികാരിയായി മാറി. 1757 അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ വേണ്ടി മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു. അന്ന് മുതൽ ഏകദേശം 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ കീഴിലായിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരു തവണ മാത്രം ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചെടുത്തു. 1768 കേണൽ വുഡ് എന്ന ബ്രിട്ടീഷുകാരൻ ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ് പാലക്കാട് ഫോർട്ടും അദ്ദേഹം കീഴടക്കിയത്. എന്നാൽ സമർത്ഥനായിരുന്ന ഹൈദരാലി ഏതാനും മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 3-4 മാസങ്ങൾക്ക് ശേഷം പിന്നീട് ഈ കോട്ട വീണ്ടും തിരിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ അവസാനം 1790 കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന് കീഴിലായി. ഇത് സാമൂതിരിയുടെ കീഴിലാവാനുള്ള കാരണം 1783 കേണൽ ഫുള്ളർട്ടൺ എന്നയാൾ 11 ദിവസം കോട്ട വളഞ്ഞുകൊണ്ടാണ് കോട്ട പിടിച്ചടക്കിയത്. എങ്കിലും അതിനടുത്ത വർഷം തന്നെ കോട്ടയുടെ നിയന്ത്രണം ഇദ്ദേഹം ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് ഈ കോട്ട സാമൂതിരിയുടെ വരുതിയിലായത്. അതിനുശേഷം 1790 കേണൽ സ്റ്റുവർട്ടിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ നേരെ ആക്രമണം ശ്രീരംഗപട്ടണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതോടെ ഇവർ ഈ കോട്ടയെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു താവളമായിട്ടാണ് പിന്നീട് ഉപയോഗിച്ചത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെയും ഈ കോട്ട സൈനികരുടെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് ഒരു മാറ്റം വരുന്നത് ഏകദേശം 1900-ലാണ്. 1900-കളുടെ തുടക്കത്തിൽ ഇതൊരു താലൂക്ക് ഓഫീസാക്കി പിന്നീട് മാറ്റുകയുണ്ടായി. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് കാലം വരെയും പാലക്കാട് സ്പെഷ്യൽ സബ് ജയിൽ ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹനുമാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. കോട്ടയുടെ ഏകദേശം കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ ഉൾവശത്ത് ആഞ്ജനേയ രൂപം കൊത്തിവെച്ചിട്ടുമുണ്ട്. എല്ലാ രീതിയിലുമുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടിപ്പുവും യോദ്ധാക്കളും ഭഗവാനെ നല്ല രീതിയിൽ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിൽ അവർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നല്ലൊരു പൂന്തോട്ടവും ഇതിൻ്റെ ഉള്ളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പണി കഴിപ്പിച്ചത് ഏറ്റവും കൂടുതലായിട്ടും നല്ല രീതിയിൽ ഇതിൻ്റെ പണി കഴിപ്പിച്ചത് ഹൈദരാലി ആയിരുന്നു. അപ്പോൾ ഹൈദരാലിയിൽ നിന്നും പിടിച്ചെടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാരും നല്ല രീതിയിൽ ഇതിനെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൂടിയാണ് ഈ കോട്ട ഈ രീതിയിൽ ആവാനുള്ള പ്രധാന കാരണം. ഇതൊക്കെയാണ് ഈ കോട്ടയുടെ ഒരു പ്രധാന ചരിത്രപരമായ വസ്തുതകൾ. പിന്നെ ഈ കോട്ട കാണാൻ തന്നെ വളരെ നല്ല ഭംഗിയായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടിയാണ് ഈ കോട്ട കാണാൻ വന്നിട്ടുള്ളത്. ഇനി ഈ കോട്ടയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ കോട്ടയുടെ ചുറ്റുഭാഗത്തുമായിട്ട് ഇതുപോലെ കിടങ്ങുകൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇന്ന് ആ കിടങ്ങളിൽ ഫുള്ള് നല്ല രീതിയിൽ വെള്ളമുണ്ട്. അതുപോലെ ഒരുപാട് ആമകളും അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റി. അത് വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത്. പിന്നീട് ഇതിൻ്റെ ഓരോ ബിൽഡിങ്ങുകളും നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഇവിടെ ഒരുപാട് ഫാമിലിയും കപ്പിൾസും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ ഓരോ ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കിവിടെ ഒരുപാട് സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വളരെ നല്ല സ്ഥലങ്ങളാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. ഞങ്ങൾ ഈ കോട്ട പിന്നീട് നല്ല രീതിയിൽ ചുറ്റുഭാഗം നമ്മൾ നോക്കി കണ്ടു. വളരെ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു ഉച്ച സമയത്താണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് നല്ല തണൽ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുമ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങാണ് നമ്മൾ മുമ്പ് സബ് ജയിലായിട്ട് യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ കെട്ടിടം. അതുപോലെ ഈ കോട്ട പാലക്കാട് നഗരത്തിലെ ഏകദേശം 15 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ കോട്ട നിൽക്കുന്നത്. മുമ്പ് ഈ ഭാഗം ഒരു കുന്നിൻ പ്രദേശമൊക്കെ ആയിരുന്നു. പിന്നീട് ടൗണൊക്കെ വികസിച്ചപ്പോഴാണ് ഈ കുന്നിൻ പ്രദേശം എല്ലാം മാറിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ആളാണ് നമ്മുടെ ഷെഫീഖ് ഭായ്. അപ്പോൾ ഷെഫീഖ് ഭായ് ഈ ജയിലിൻ്റെ എല്ലാ കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു അദ്ദേഹം. അപ്പം ഈ ഭാഗത്താണ് അങ്ങനെ പ്രതികളെല്ലാം കൊണ്ടുവരുന്നതെന്നെല്ലാം. ഏതായാലും ഉൾഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. കോട്ടയുടെ ഒരു മറ്റു പ്രധാന പ്രത്യേകതകളെന്ന് പറയുന്നത്, കോട്ടയുടെ മുൻഭാഗത്തായിട്ട് ഹനുമാൻ്റെ ഒരു അമ്പലം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടക്കുന്ന വഴിയാണ്. ഇപ്പോൾ നടക്കുന്ന വഴി ഈ ബിൽഡിങ്സിൻ്റെ ഓരോ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നടക്കുന്നത്.
അതുപോലെ നമ്മളിങ്ങനെ കോട്ടേൻ്റെ ഒരു മൈതാനമെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ പരന്ന് കിടക്കുന്ന കോട്ട മൈതാനം വളരെ നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു ഫീലിംഗാണ് കിട്ടുന്നത്. നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു അമ്പലത്തിൻ്റെ നടയിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണിത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി വളരെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് കൂടുതലും ഇടാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലും നമ്മുടെ വീഡിയോസിൽ ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസും നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യകാലങ്ങളിൽ ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം. ഓരോ പില്ലേഴ്സും ഫുള്ള് കല്ലിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. എത്ര റിസ്ക്കും എഫേർട്ടൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണാം.